ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ ഇന്ന് എൻ്റെ ചെടികളുടെ കുറച്ച് ഭാഗങ്ങളാണ് ഈ കാണിക്കുന്നത്. ഞാനൊരു ടർട്ടിൽ വൈൻ കുറച്ചൊരു ശകലം ചട്ടി ഇങ്ങനെ ചരിച്ചിട്ടിട്ട് വെച്ചതാണ്. ഇപ്പോൾ ഇത്രയും നിറഞ്ഞ്, ഇപ്പോൾ മഴയുടെ ടൈമൊക്കെ ആയതുകൊണ്ട് ശരിക്കും ഇങ്ങനെ കിളിച്ച് നല്ല ഭംഗിയായിട്ട്. ഇവിടെ ആണെങ്കിൽ ഞാനൊരു സീതപ്പഴത്തിൻ്റെ തൈ വെച്ചിരുന്നു. അത് വെട്ടിക്കളഞ്ഞിട്ട് കുറ്റി നിന്ന് അതിൻ്റെ വേരിൽ നിന്ന് കിളിച്ചതാണ്. ഇതിലൊരു സീതപ്പഴവും പിടിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് ആ സീതപ്പഴം. ഇത് കുറച്ചേറെ അങ്ങും ഇങ്ങുമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പഴം ഇങ്ങനെ പിടിച്ചു വരുന്നുണ്ട്. ആ ടർട്ടിൽ വൈൻ ശരിക്കും അങ്ങ് നിറഞ്ഞ് കുറച്ചൊക്കെ ഞാൻ സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കത്രികയ്ക്ക് വിട്ട് ഭംഗിയാക്കി. നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ. ടർട്ടിൽ വൈൻ താഴെ ഇങ്ങനെ ഒരു ചെടിച്ചട്ടി ചരിച്ച് വെച്ചിട്ട് ഇട്ടതാണ്. അപ്പോൾ ഇത്രയേറെ വളർന്ന് പുറത്തേക്കൊക്കെ ഇങ്ങനെ കിളിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കുറച്ചേറെ ക്രോട്ടൺ പ്ലാന്റ്സുകളൊക്കെ ഇങ്ങനെ കവറിൽ വെച്ചതെല്ലാം ഇങ്ങനെ കിളിച്ച് നിൽക്കുകയാണ്. നമുക്ക് നേരത്തെ ഉള്ള അഗ്ലോണിമയുടെയൊക്കെ കുറച്ച് കളക്ഷനൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ 50 തൈ 40 തൈ വീതമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചേറെ ഇനി ഇരിപ്പുണ്ട്. 10-15 തൈ വീതമൊക്കെ ഇനി ഇരിപ്പുണ്ട്. പെന്നിവർട്ടാണിത്. ഹലോ ഫ്രണ്ട്സ്, തിങ്കൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു ബുഷ് കുറ്റിച്ചെടി ഇതുപോലെ വെട്ടി എൻ്റെ മകൻ വിട്ടിട്ടുണ്ട്, ഞാൻ കാണിക്കാമെന്ന്. കുറച്ച് നല്ല ക്ലിയറായിട്ടൊന്നും വന്നില്ല. കുറച്ചുകൂടെയൊക്കെ നമ്മൾ 2-3 മാസം മെയിൻ്റെനൻസ് ചെയ്ത് വെട്ടി നീറ്റാക്കിയെങ്കിൽ മാത്രമേ അത് ഒന്നുകൂടി തുറന്ന് കിളിച്ചൊക്കെ വരികയുള്ളൂ. ഇതൊരു കുറ്റിത്തടി നിന്നതിൻ്റെ പുറത്ത് ഞാനിതുപോലെ ഒരു ബേസൺ വെച്ചിട്ട് കുറച്ച് വാട്ടർ പോപ്പി ഇട്ടതാണ്. നമ്മുടെ കലയടിയും ഇതൊരു മുള ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടത് ഒന്നുകൂടെ കിളിർത്ത് ഒരുപാടായിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് നീറ്റാക്കി വിടണം. ഇത് നമ്മുടെ ഹെലിക്കോണിയ. ഇതൊക്കെ ഇങ്ങനെ പൂവിട്ട് നിറയെ പോച്ച കയറി ഇങ്ങനെ ഒക്കെയാണ്. ഇനി ഇത് ഒരു ദിവസം മെനക്കെട്ട് ഇതിൻ്റെ പുല്ലുകളും കളകളും എല്ലാം കളയണം. ഇതൊരു മുല്ലയാണ്, എപ്പോഴും ഫ്ലവർ പിടിക്കുന്ന ഒരു മുല്ലയാണ്, ജാസ്മിൻ. ഇപ്പം പൂവിട്ടിങ്ങനെ നിൽക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ഫെൺ വെറൈറ്റി. ഒരു കൊളോക്കേഷ്യ ഞാൻ ഇത് ഉണക്ക്. ഇത് നമ്മുടെ ഫൈക്കസ് ബെഞ്ചാമിന പ്ലാന്റ് ആണ്. നമ്മുടെ കടലാസ് റോസ. പൂവിട്ടാലേ അറിയാൻ പറ്റൂ. കുറച്ചേറെ ബോഗൺവില്ല ഇതുപോലെ ഇരിപ്പുണ്ട്. ഇതിനകത്ത് ഫ്ലവർ വന്നുകൊണ്ട് അറിയാം. ഇതാണ് ഞാൻ പറഞ്ഞ കുറ്റിയുടെ മുകളിൽ ഒരു ബേസൺ വെച്ചിട്ട് ഞാൻ ചുമ്മാ ഒരു മൊസൈക്ക് ഫേണിൻ്റെ കുറച്ചിട്ടു. ഒരു കൊളോക്കേഷ്യ, കപ്പ് കൊളോക്കേഷ്യ ഉണ്ടല്ലോ, അതാണ് ഇതിനകത്ത് ഞാൻ നട്ടിരിക്കുന്നത്. അത് കണ്ടിതാണ് 2 ലീഫൊക്കെ വന്നിങ്ങനെ നിൽക്കുന്നു. ഞാൻ ഒരെണ്ണം പറിച്ചിങ്ങനെ വെറുതെ ഇതിൽ നട്ടതാണ്. ഉണ്ടോ? എന്നിട്ട് നമുക്ക് ഞാൻ വാട്ടർ പോപ്പി ഇട്ടിരിക്കുകയാണ്. ഒരു കുറ്റിത്തടിയുടെ മുകളിൽ വെച്ചിരിക്കുകയാണ്. ഇവിടെ കിടന്നപ്പം വെറുതെ എണ്ണെടുത്ത് വെച്ചതാണ്. ഇത് നമ്മുടെ ഗ്രാസാണ്. ഗ്രാസ് ചട്ടിയിൽ ഗ്രാസിൻ്റെ തൈകളാണ്. ഗ്രാസിൻ്റെ തൈകളൊക്കെ 10 രൂപയ്ക്ക് നമുക്ക് അവൈലബിളാണ്. ഇത് ചെറുതായിട്ട് മണ്ടയെന്ന് വെച്ചാൽ മതി. നിറച്ച് നമുക്ക് ഭംഗിയാക്കി വെട്ടിവിടാൻ പറ്റും. ബ്രഹ്മിയാണ്. ബ്രഹ്മിയുടെ 2-3-4 തണ്ടൊക്കെ 10 രൂപയ്ക്ക് നമുക്ക് വെക്കും. ഇത് ചൈനീസ് ബോൾസ്യത്തിൻ്റെ നാടൻ വെറൈറ്റിയാണ്. ഈ കണ്ണാടി ചെടി നല്ല വെയിലത്ത് നിന്നപ്പോൾ ഇതുണ്ട് റെഡ് കളറായി. വെയിലില്ലാത്തടത്ത് വെക്കുമ്പോൾ ഈ കളറും ആവും, ഗ്രീൻ കളർ കൂടെ ഷെയ്ഡ് വന്നിട്ട് നല്ല റെഡ് കളർ പോലെ വരും വെയിൽ കൊണ്ടാൽ. അരേലിയത്തിൻ്റെ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റുകളാണ് പ്ലം അരേലിയയുടെ. അതുപോലെ ആപ്പിൾ ക്രോട്ടൻ്റെയും വലിയ പ്ലാന്റ് തന്നെയാണ് 25 രൂപയ്ക്ക്. ഉണ്ട് 2-3 തണ്ടുകളൊക്കെ വന്ന നല്ല ഭംഗിയായിട്ടുള്ള ആപ്പിൾ ക്രോട്ടൻ്റെ തൈകളാണ്. ഇത് ഈ ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഈ ബ്രാക്കറ്റിൽ ഞാനൊരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. ആ ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഇത്രയും വലിപ്പം 1.25 അടി പൊക്കമുള്ള നല്ല തൈയാണ്. ഇത് നമ്മുടെ കർട്ടൻ ക്രീപ്പറാണ്. ഇതൊരു മരത്തിലായതുകൊണ്ട് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ പടർന്ന് വിളിച്ച് കിടക്കുകയാണ്. നല്ല ഭംഗിയാണ് നമുക്ക് ഷെയ്ഡേലൊക്കെ വളർത്താനൊക്കെ ഈ കർട്ടൻ ക്രീപ്പർ. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ബുഷ്. മോൻ വെട്ടിവിട്ടതാണ്. നല്ല ക്ലിയർ ആയിട്ടില്ല. ഇത് കുറച്ചുകൂടി ഇങ്ങനെ കിളിച്ച് വന്നെങ്കിൽ മാത്രമേ നമുക്കിതുപോലെ നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റൂ. പക്ഷെ തൽക്കാലം മോനൊന്ന് വെട്ടി വിട്ടിരിക്കുകയാണ്. ഉണ്ട്, നല്ല ഭംഗിയില്ലേ കാണാൻ. അതുപോലെ ഒരു ചെറിയുടെ ചുവട്ടിൽ നിന്നും കുറച്ച് തണ്ട് വന്നത് മോൻ വെട്ടി ഇങ്ങനെ നീറ്റാക്കിയിട്ടേക്കുന്നത്. ചെറിയാണ്, കുട്ടികൾക്ക് നമുക്കെല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല ചെറിയാണ്. അതിൻ്റെ ചുവടിൽ നിന്നുള്ള ഭാഗമാണ് മോൻ വെട്ടി ഇങ്ങനെ വിട്ടിരിക്കുന്നത്. ബുഷ് കണ്ട് ഇത്രയൊക്കെ നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇങ്ങനെ കുറേയും കൂടെ കിളുത്ത് വരുമ്പോൾ കുറച്ചുകൂടെ കിട്ടുമ്പോൾ നല്ല ഭംഗിയാവും.
ഇത് നോക്കി ഞാൻ മെനങ്ങാന്നങ്ങോട്ട് നട്ടതേ ഉള്ളൂ, അതുകൊണ്ടാണ് വാടിയിരിക്കുന്നത്. നല്ല ഹൈറ്റ് വരുന്ന കലാത്തിയ പ്ലാന്റാണ്, മയിൽപ്പീലിയുടെ കണക്കുള്ള കലാത്തിയ. ഇതുണ്ട്, നല്ല ഹൈറ്റുണ്ട്. ഞാൻ പിന്നെ പിഴുതിട്ടൊരു ചട്ടിയിലോട്ടാക്കിയതാണ്. ഇതൊക്കെയാണ് നമ്മുടെ ചെടിയുടെ ഒരു ചെറിയ കളക്ഷൻ. നമ്മുടെ വീട്ടിലെ കളക്ഷനാണ് ഇതെല്ലാം. കുറേശ്ശെ ഞാൻ നമ്മുടെ വീട്ടിലോട്ട് കുറേശ്ശെ ഇങ്ങനെ പിടിപ്പിക്കുകയാണ് നഴ്സറിയിൽ നിന്നും. ഇതാകുമ്പോൾ എനിക്ക് എപ്പോഴും അങ്ങോട്ട് പോകാതെ ഇവിടുന്ന് തന്നെ എടുത്ത് നിങ്ങൾക്ക് തരാൻ പറ്റുമല്ലോ, അതിന് വേണ്ടിയിട്ട്. അതുപോലെ അവിടുത്തെ പശമണ്ണാണ്. ഇവിടെ നമ്മുടെ സാധാ മണലും അതുപോലെ തന്നെ കൊക്കോപ്പിറ്റും ഒക്കെ നിറച്ചുള്ള പ്ലാന്റ് കണ്ടിത് കുറേ അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ തൈ നമുക്ക് ശരിക്കും അവൈലബിളാണ്. ഓറഞ്ചും റെഡും വരുന്ന വെറൈറ്റിയാണ്. ഇത് നല്ല ഹൈറ്റ് ഒന്നും വെക്കത്തില്ല, ചെറുതിലേ തന്നെ വന്ന് ഒരു തണ്ട് വരുമ്പോഴേ തന്നെ ഫ്ലവർ വരുന്ന നല്ല ഹൈബ്രിഡാണ് ഹെലിക്കോണിയ. ഇത് നല്ലൊരു ഇൻഡോനേഷ്യൻ പ്ലാന്റ് ആണ്, എപ്പോഴും ഫ്ലവറാണ് ഇതിൽ കേട്ടോ, നല്ല ഭംഗിയാണ്. ഇത് ചെറുതിലേ തന്നെ ഇത് കണ്ട്, ഇത്രയും ഹൈറ്റുള്ള തൈയാണ് ഞാൻ തരുന്നത്. ചെറുതിലേ തന്നെ ഫ്ലവർ കണ്ടില്ലേ, നല്ല രസമാണ് ചട്ടിയിലൊക്കെ വെക്കാനായാലും. നമ്മുടെ ഒരു ഓർക്കിഡാണ്, ഇതിൻ്റെ 30 തൈ ഇപ്പോൾ അവൈലബിളാണ്. 50 തൈയോളം നമുക്ക് അവൈലബിളാണ്. ഏകദേശം നല്ല വലിപ്പമുള്ള തൈയാണ് എല്ലാം. ഈ ക്രോട്ടൺ നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെയും നമുക്കൊരു 10-30ഓളം തൈകളുണ്ട്. ഇതൊരു ഡ്രസീനിയ പ്ലാന്റ് ആണ്, നമ്മൾ ബോർഡർ പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ഇഷ്ടം പോലെ അവൈലബിളാണ്. ഇതും നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ് ആണ്, യെല്ലോ വീതിയുള്ള വലിയ ലീഫാണ്. ഇത് നമ്മുടെ കോളിയസിൻ്റെ കുറേ വെറൈറ്റീസ് നമുക്ക് ഇപ്പോഴും അവൈലബിളാണ്. നമ്മുടെ കനകാംബരമാണ്, നീല കനകാംബരം. ഇതും ക്രോട്ടൺ ഡക്ക് ലീഫിൻ്റെ യെല്ലോ കളറാണ്. നല്ലൊരു ചെമ്പരത്തി കണക്കുള്ള നല്ല ഫ്ലവർ പിടിക്കുന്നൊരു പ്ലാന്റ്. നമ്മുടെ 10 മണി. ആവശ്യമുള്ളവർ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ സ്ക്രീനിലെ നമ്പർ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് ഇടുക വാട്സപ്പിൽ. നമുക്ക് ആര് പൈസ എനിക്ക് പേ ചെയ്താലും അതിൻ്റെയും സ്ക്രീൻഷോട്ട് ഇടാൻ മറക്കരുത്. അതുകൊണ്ട് തന്നെ പ്ലാൻസ് കിട്ടാത്തവർ പ്ലാൻസ് അയച്ചോ എന്ന് ചോദിച്ച് എപ്പോഴും മെസ്സേജ് ഇടണം. കാരണം അതെനിക്ക് വലിയ സന്തോഷമാണ്. കാരണം നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഏതെങ്കിലും നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് അറിയാൻ പറ്റും. കാരണം ഞാൻ എല്ലാം അന്നേരം എഴുതി വെക്കുമെങ്കിലും ഒരുപാട് ഈ വാട്സപ്പിൽ വരുന്നത് കാരണം ചിലപ്പോൾ എന്തെങ്കിലും പെൻഡിങ്ങിലായിപ്പോയല്ലോ. എല്ലാവരും ചെടികൾ എൻ്റെ അയച്ചോ എന്ന് ചോദിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം അതുകൊണ്ട് നമുക്ക് ചിലത് നമ്മൾ മറന്നു പോയാലും അറിയാൻ പറ്റുമല്ലോ. മറക്കത്തില്ല, അത് വേറെ കാര്യം. പിന്നെ എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ സ്നേഹം. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും ഒന്നും മറക്കരുത്. ഇതൊക്കെ നമുക്ക് അവൈലബിളായിട്ടുള്ള പ്ലാന്റ്സുകളാണ്. ഞാനിവിടെ നേരത്തെയുള്ള നമ്മൾ വീഡിയോസ് ഇട്ടതിലൊക്കെ കുറച്ചൊക്കെ അവൈലബിളാണ്. ക്രോട്ടൺ പ്ലാന്റ്സുകളൊക്കെ കുറച്ചേറെ അവൈലബിളായിട്ടുണ്ട്. ഇത് നമ്മുടെ പാമില്ലേ, നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ ആ പാമ്പിൻ്റെ കണക്ക് നല്ല വണ്ണം വരുന്ന സൈസ് ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് കാണാൻ ആ പ്ലാന്റ്. ഇതൊക്കെ നമ്മുടെ ക്രോട്ടൺ വെറൈറ്റീസ്. നമ്മുടെ സാധാ നോർമൽ ടൈപ്പ് ഡ്രസീനിയ പ്ലാന്റ് ആണ്. അതുപോലെ ഇതും സാധാ ടൈപ്പാണ്. അതുപോലെ പവിഴമുല്ലയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവർ ഇട്ട പ്ലാന്റ്സ് നമുക്ക് അവൈലബിളാണ്. ഇത് നല്ല വലിയ ക്രോട്ടൺ ലീഫ്, നല്ല ഇത് ഗ്രീൻ കളർ ലീഫ് നല്ല റെഡ് ആകുന്നതാണ്. മന്ദാരം എല്ലാം ഉണ്ട് നമുക്ക്, കല്യാണ സൗഗന്ധികം എല്ലാ പ്ലാന്റ്സുകളും. ഇതിൻ്റെ ഇപ്പോൾ നമുക്ക് റെഡ് ലിസ്റ്റിക്ക് 15 രൂപയാണ് തൈക്ക്. അതുപോലെ ഇതൊരു ബോർഡറായിട്ട് വെക്കാൻ പറ്റുന്ന നല്ല പൊന്നാങ്കണ്ണി ചീരയുടെ കണക്കുള്ള റെഡ് ചീരയാണ്. നമുക്ക് ഭക്ഷ്യയോഗ്യവുമാണ്, തോരൻ വെച്ചൊക്കെ കഴിക്കാം. ഇത് നമ്മുടെ നന്ദ്യാർ വട്ടത്തിൻ്റെ സിംഗിൾ പെറ്റൽസിൻ്റെയാണ്. ഇതും ക്രോട്ടൺ യെല്ലോ ലീഫ് വരുന്ന നാരോ ലീഫ് വരുന്ന ക്രോട്ടനാണ്, യെല്ലോ കളർ വരുന്നതാണ്. പ്ലാന്റ്സുകളൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ മരമുല്ലയുടെ ചെറിയ തൈയാണ്. ഇത് നാരോ ലീഫ് വരുന്ന യെല്ലോ കളർ വരുന്ന ക്രോട്ടൺ പ്ലാന്റ്സ് ആണ്. നല്ല ഭംഗിയാണ്, വൈറ്റും യെല്ലോയും വരുന്നതാണ്. ആദ്യം നമുക്ക് ഗ്രീൻ കളറായിട്ട് വരും. ഇതും വൈറ്റും ഗ്രീനും വരുന്ന നല്ല ഭംഗിയുള്ള വലിയ ലീഫിൻ്റെ ക്രോട്ടൺ പ്ലാന്റ്സ് ആണ്. ഇത് നമ്മുടെ ഒരു കലാത്തിയ ടൈപ്പാണ്, ജിഞ്ചർ കലാത്തിയ എന്ന് പറയും.
നല്ല ഭംഗിയാണ് ഹാങ് ചെയ്തിടാനും ഒക്കെ. ചട്ടി ബുഷായിട്ട് നിൽക്കുന്ന നമ്മുടെ ഒരു ചെമ്പരത്തി കൂമ്പിയ കണ്ണുകൾ പോലെ നല്ല ഭംഗിയാണ്. വിടർത്തില്ല ആ ചെമ്പരത്തിയുടെ ഫ്ലവർ. ഇത് നമ്മുടെ അരേലിയാണ്, വെറൈറ്റി അരേലിയ. ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ കുറ്റിത്തെറ്റിയുടെ കുറച്ചേറെ യെല്ലോ ഉണ്ട്, അതുപോലെ പിങ്ക് ഉണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് എല്ലാം. റൂട്ടഡാണ്. ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് നമുക്ക് 10 രൂപയോ 5 രൂപയൊക്കെ ഉള്ളൂ. 2 കട്ടിങ്സൊക്കെ 10 രൂപയേ ഉള്ളൂ. കട്ടിങ്സും കിളിക്കും, കുഴപ്പമില്ല. റൂട്ടഡായിട്ടുള്ളതിന് വിലയാണ് ഞാൻ റേറ്റ് ഇട്ട് പറഞ്ഞത്. ഇതുപോലെ നല്ല ഫ്ലവറിങ് പ്ലാന്റുകൾ, ലില്ലി, ഇതിൻ്റെ വൈറ്റിൻ്റെ നമ്മുടെ പിങ്ക് ലില്ലി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ വൈറ്റും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ നേരത്തെ ഞാൻ ഫോട്ടോസ് ഇട്ടിരുന്നല്ലോ നമ്മുടെ കനകാംബരത്തിൻ്റെ. ഇത് 5 ലീഫ് വരുന്ന ഒരു സിങ്കോണിയാണ്, ഗ്രീൻ കളറും വൈറ്റും കൂടെ വരുന്ന. അങ്ങനെ കുറച്ചേറെ പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെയൊക്കെ പിങ്ക് കളർ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് കാനവാഴ, അതായത് തോട്ടവാഴ എന്നൊക്കെ പറയത്തില്ല, അതിൻ്റെ റെഡ്, യെല്ലോ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം റൂട്ടഡ് പ്ലാന്റുകളാണ്. ഏത് പ്ലാന്റാണോ നിങ്ങൾക്ക് വേണ്ടുന്നത്, അത് കേശവർദ്ധിനി എന്ന് പറയുന്ന പ്ലാന്റാണ്. ഏത് പ്ലാന്റാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ വരിക. എല്ലാ സ്ഥലത്തേക്കും നമുക്ക് കൊറിയറും എല്ലാ സ്ഥലത്തേക്കും നമുക്ക് കൊറിയറുണ്ട്. റീപ്ലേസ് ചെയ്തും കൊടുക്കും. ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഏത് പ്ലാന്റ്സ് ആണോ നഷ്ടമാണെന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇന്ത്യയിലും എല്ലാം നമുക്ക് കൊറിയർ അവൈലബിൾ ആണ്. ഇതൊക്കെ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ ഫ്ലവർ. അതുപോലെ ഈ ഹെലിക്കോണിയ ഞാൻ 25-ന് ഇതിൻ്റെ തൈകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 40 രൂപയാണ് റേറ്റ് വരുന്നത്. ഓരോ ടൈമിലും ഓരോ റേറ്റാണ്. ആ സമയത്തുള്ള ആ റേറ്റിൽ ആ പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അത് കഴിഞ്ഞാൽ ടൈം കഴിഞ്ഞാൽ ഏത് ടൈമിലാണോ ഞാൻ വീഡിയോ ഇടുന്നത് ആ വീഡിയോയിൽ കാണുന്ന റേറ്റ് ആയിരിക്കും പിന്നീട്. ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇതിൻ്റെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ബാംബുവിൻ്റെ അതുകൊണ്ടൊക്കെ തന്നെ എപ്പീഷ്യയുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി അടുത്ത വീഡിയോസിൽ കാണാം. ബായ്.